എന്റെ ഉമ്മയുടെ അതേ പൊസിഷനിലാണ് സമയമുള്ളത്. പാന്റിന്ന് ബെൽറ്റ് എടുത്തിട്ട് മേത്തേക്ക് ഇറങ്ങി അയ്യോ പാമ്പെന്ന് പറഞ്ഞ് പേടിപ്പിച്ചൊരു ജിത്തു സാറിന് നിങ്ങൾക്ക് അറിയാമോ ആർക്കെങ്കിലും? എന്റെ മമ്മി അമ്മയായിട്ടൊരു ഇന്റർവ്യൂ വരുമ്പോ അറിയാം ഇതൊക്കെ എന്താക്കി ഇതൊക്കെ ചെറുത്. അമ്മ ആക്ച്വലി ആ എടുത്ത എഫേർട്ട് ഫുൾ എനിക്ക് വേണ്ടിയിട്ടാന്നുള്ളത് എനിക്കറിയാം. കുറെ കാര്യങ്ങൾ എൻ്റെ അമ്മ തന്നെയാണ് എനിക്ക് വഴിയൊരുക്കി തന്നിട്ടുള്ളത്. ഉണ്ടപ്ലാവ് ഞാനത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഒരു വളവ് തിരിഞ്ഞ് ആ കവലയിലേക്ക് അങ്ങ് എത്തുമ്പോണ്ടല്ലോ ഭയങ്കര ഹോംലി ഫീൽ ആണ്. ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് തരും. നമ്മള് ബസ്സിൽ കയറുമ്പോ ഇത് മേടിച്ച് കയ്യിൽ വെക്കും, എന്നിട്ട് സീറ്റൊക്കെ കിട്ടി ഒരു മൂടൊക്കെ സെറ്റ് ചെയ്തിട്ട് പഴംപൊരി എടുക്കട്ടെ. സന എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര അയ്യോ എന്തോ കളഞ്ഞു പോയല്ലോ. ഞാൻ ആസിഫിനെ കാണാൻ വന്നെന്ന് പറയുമ്പോഴാണ് ഞാൻ ആ റിയാലിറ്റിയിലേക്ക് പല സമയത്തും വരുന്നത്. ഞാൻ കുഞ്ഞാട്ടോ എപ്പോഴെങ്കിലും അഭിനയത്തിലോട്ട് ഇറങ്ങണം എന്ന് തോന്നിയിട്ടുണ്ടോ? നമുക്ക് അറിയാവുന്ന പണി ചെയ്താൽ ഞാൻ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തിട്ടില്ല. അതിനുവേണ്ടി കുറെ ഭയങ്കര ഓരോ ഗേൾ ഫ്രണ്ട്സ് ലൈഫിൽ വന്നപ്പോഴും അതിന് ഓരോ സ്പേസ് ഉണ്ടായിരുന്നു. പല ഗേൾ ഫ്രണ്ട്സ് വന്നുകൊണ്ടാണ് സപ്ലി പോലും ക്ലിയർ ചെയ്തെടുത്തത്. എവിടം വരെ ഈ ദൃശ്യത്തിന്റെ വിശേഷങ്ങൾ? സീൻ നമ്പർ 87 വരെ. ഈ കൊച്ചിന്ന് തൊടുപുഴയ്ക്ക് 37 രൂപയുള്ള ഒരു കാലം നിനക്ക് എത്ര വയസ്സുണ്ട്? Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. എത്രയാ ഇതിന്? വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി. ഹേ ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ മെഹർ ആൻഡ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഏറ്റവും പുതിയ ചിത്രമായ മിറാഷിന്റെ വിശേഷങ്ങളുമായി ജിത്തു ജോസഫ്, അപർണ ബാലമുരളി, ആസിഫ് അലി ആൻഡ് ഹക്കീം ഷാജഹാൻ. നമസ്കാരം. നമസ്കാരം. രാവിലെ തൊട്ട് പ്രൊമോഷൻസ് ഒക്കെ കൊടുത്ത് ക്ഷീണിച്ചിരിക്കുവാണോ എല്ലാരും? ഇത് ലാസ്റ്റത്തെ ഇന്റർവ്യൂ ആണല്ലേ? ക്ഷീണിച്ചിരിക്കുവാണോ? കോൺവെർസേഷൻ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഞങ്ങൾ ഫുൾ പവർ ആയിരിക്കും. ഓക്കെ, അപ്പം ആദ്യം നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾക്ക് ജിത്തു സാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നത് ഹിറ്റുകൾ മാത്രം നമുക്ക് തരുന്ന ഡയറക്ടർ. പക്ഷെ എന്നാൽ അടുക്കളയിൽ അമ്മച്ചി കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പം പാന്റിന്ന് ബെൽറ്റ് എടുത്തിട്ട് മേത്തേക്ക് ഇറങ്ങി അയ്യോ പാമ്പെന്ന് പറഞ്ഞ് പേടിപ്പിച്ചൊരു ജിത്തു സാറിന് നിങ്ങൾക്ക് അറിയാമോ ആർക്കെങ്കിലും? ചെറുപ്പത്തിലല്ലേ? ചെറുപ്പം എത്ര വയസ്സിലായിരുന്നു സാർ? ഇന്റർവ്യൂ കണ്ടായിരുന്നു. ഇല്ല. ഇന്റർവ്യൂ അമ്മച്ചി പറഞ്ഞു കൗമുദിയില്. അതിനകത്ത് എന്റെ കുറുമ്പുകൾ മുഴുവൻ എടുത്തിട്ട് അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും അത് ആ പ്രായത്തിലല്ലേ? അല്ല, അതുപോലെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കുസൃതികൾ ഇവര് ചെയ്തിട്ടുണ്ടോ? എന്റെ മമ്മി അമ്മയായിട്ടൊരു ഇന്റർവ്യൂ വരുമ്പോ അറിയാം ഇതൊക്കെ എന്താക്കി ഇതൊക്കെ ചെറുത്. ചേച്ചി ഒന്നും ചെയ്തിട്ടില്ല വീട്ടിലോ? കുറുമ്പുകൾ കുസൃതികൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പുറത്തു പറയാൻ ഞാൻ നല്ല വെച്ചായിരുന്നു. അതുപോലെ തന്നെ നാട് വിടാൻ പോവാണെന്ന് പറഞ്ഞിട്ടൊരു കത്ത് അത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും അല്ലേ? അത് സാർ തന്നെ പറയുമ്പോഴാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. ഞാൻ ഒളിച്ചോടുകയാണ്, എനിക്ക് ഈ വീട്ടിൽ ചെയ്യാനല്ല എന്ന് പറഞ്ഞ അമ്മച്ചി ഡൈനിങ് ബെഡ്റൂമിന്റെ സൈഡ് ടേബിളിലുണ്ടല്ലോ അവിടെ വെച്ചിട്ട് ഞാൻ കട്ടിന്റെ അടിയിൽ കയറിക്കണം, പക്ഷെ പേടിപ്പിക്കാനായിട്ടാ. അപ്പൊ ഈ അമ്മച്ചി വരുന്ന സമയം എടുത്തു. ഈ സമയം കൊണ്ട് ഇത് എങ്ങനെയോ പറന്ന് താഴേക്ക് അമ്മച്ചി വന്നത് ഇങ്ങനെ എടുക്കുമ്പോ ഞാനടി നീ എന്താണ് ഇതിനടി കിടക്കുന്നത്? അപ്പൊ ഞാൻ ഒന്നുമില്ല, ഞാൻ പോയി. അത് കഴിഞ്ഞ് അമ്മച്ചി ഇത് വായിക്കാം. അപ്പം മിറാഷ് ആണ് നമ്മുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. അപ്പൊ ഇതിന്റെ പോസ്റ്റർ നോക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര നിഗൂഢത നിറഞ്ഞ പോസ്റ്റർ, പിന്നെ പ്രൊമോ വീഡിയോസിലെ BGM ഒക്കെ ഭയങ്കര പേടി ഉണ്ടാക്കുന്ന BGM ആണ്. അപ്പം എന്താണ് മിറാഷ്? ആരോടെ ചോദിച്ചു? മൊത്തത്തില് നിങ്ങൾ എല്ലാവരും മിറാഷ് എന്ന് പറഞ്ഞാൽ ഇതൊരു നല്ലൊരു എന്റർടൈനർ സിനിമയാണ്. ഒരു ത്രില്ലറാണ്, കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ട് മിസ്റ്ററി ഉള്ള ത്രില്ലറാണ്.
ഇമോഷൻ ഉണ്ട്, ബട്ട് നോട്ട് ലൈക്ക് അങ്ങനെ കൂടുതലും ഇമോഷനേക്കാൾ കുറെ ഇവന്റ്ഫുൾ ആണ്. ഒത്തിരി ഒരു അതിനകത്ത് അപർണയുടെ ഒരു ക്യാരക്ടർ അഭിരാമി അഭി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു ജേർണി, കുറച്ച് പുള്ളി ചില എന്താ ഷീ ഈസ് ലുക്കിംഗ് ഫോർ സം ആൻസേഴ്സ്. അപ്പൊ ആ ലൈഫിലേക്ക് 1-2 പേരൂടെ വന്ന് കയറുകയാണ്. ഓക്കെ, സഹായിക്കാനും അക്കൂട്ടത്തിൽ അവർക്ക് ചില കാര്യങ്ങൾ അവർക്കും അവരുടേതായ ഒരു ഇതുണ്ട്. അപ്പൊ അവര് 3 പേരും ഇങ്ങനെ പോകുമ്പോൾ അവര് പല സംഭവങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ആ കാണുന്നത് ഞാൻ ഒരു സംഭവം കണ്ടു അതാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ അതല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ മിറാഷ് എന്ന് പറഞ്ഞ വാക്കിന്റെ തന്നെ അർത്ഥം. ഫേഡ്സ് ആസ് ഇറ്റ് ഗെറ്റ്സ് ക്ലോസർ എന്ന് പറയുന്നത്. ബേസിക്കലി ഇതൊരു ത്രില്ലറാണ്, ഒരു മിസ്റ്ററി ഫിലിമാണ്. അപ്പം അപർണ ചേച്ചി ഒരുപാട് ഭയങ്കര സ്ട്രോങ് വുമൺ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ഇതിനകത്തെ ക്യാരക്ടർ എങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്? ഇതിലൊരു ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റ് ആണ്, അഭിരാമി എന്നാണ് പേര്. പാവം. ഈ പറഞ്ഞ മാതിരി അഭിരാമിയെ ചുറ്റിപ്പറ്റി കുറെ കാര്യങ്ങൾ നടക്കും. അപ്പൊ അതിന് കുറെ ആൻസേഴ്സ് തേടി ഉള്ളൊരു ജേർണിയാണ് അതിന്. അപ്പൊ അതിലേക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടും ഈ ആൻസേഴ്സ് കൂടെ കണ്ടുപിടിക്കാനായിട്ടും വരുന്ന കുറെ ക്യാരക്ടേഴ്സും അങ്ങനെയാണ് നമ്മളിപ്പം ഈ എന്താ പറയാ ഞാനും ആസിഫ് കെയും ആ സിനിമയില് മീറ്റ് ചെയ്യുന്ന. ലൈക്ക് എന്തുകൊണ്ട് ഓരോന്ന് സംഭവിച്ചു, അല്ലെങ്കിൽ ആ ആൻസേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ജേർണിയുടെ ഇതിലാണ്, സ്റ്റാർട്ടിങ്ങിലാണ്. അങ്ങനെ അതാണ് എൻ്റെ ഒരു ക്യാരക്ടറിന്റെ ഒരു ബേസ്. ആസിഫ്കയുടെ ക്യാരക്ടർ അശ്വിൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അശ്വിൻ ഒരു ഓൺലൈൻ ജേർണലിസ്റ്റ് ആണ്, ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അശ്വിന്റെ പേജിന് തന്നെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. സത്യസന്ധമായ ന്യൂസുകൾ കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കുക, വളച്ചൊടിക്കലുകൾ ഇല്ലാത്ത പ്യുവർ ഫാക്ട്സ്, അതാണ് ചാനലിന്റെ പേരും. കുറച്ച് ആളൊരു ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഭയങ്കര എന്താ പറയാ എല്ലാത്തിന്റെയും പുറകെ ഇങ്ങനെ അന്വേഷിച്ചു പോയി അതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണം എന്ന് വാശിയുള്ള ഒരാളാണ്. അപ്പം ഇവർക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നം, അതിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അബിയുടെ ജീവിതത്തിലേക്ക് പോയി കയറി അതിന്റെ അകത്ത് പെട്ടുപോകുന്ന ഒരാളാണ്. ഇവരെല്ലാരും പറഞ്ഞ പോലത്തെ കോമൺ ഫാക്ടർ ഉള്ളൊരു ക്യാരക്ടറാണ്. ഓക്കെ, അപ്പം ഒരു ജിത്തു ജോസഫ് മൂവി എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ ആസിഫ് ക, അപർണ ചേച്ചി, ഹക്കീം ക, എല്ലാവരും ഉള്ളൊരു മൂവി എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകരുടെ എക്സ്പെക്ടേഷൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഈ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുമെന്നുള്ള ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? സിനിമ എപ്പോഴും, പ്രത്യേകിച്ച് ഇപ്പം ജിത്തു സാറിന്റെ ഒരു ലേബിൾ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ സിനിമ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതിന്റെ പബ്ലിസിറ്റി പ്രൊമോഷൻസിന് വിടുന്ന മെറ്റീരിയൽസ് വെച്ച് നമ്മുടെ മനസ്സിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ മീറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെ അതിന്റെ മുകളിൽ പോകാന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ പ്രേക്ഷകർ ഓരോ സിനിമ കഴിയുന്തോറും, ഇപ്പൊ നമ്മള് ജിത്തു സാറിന്റെ പ്രത്യേകിച്ച് ത്രില്ലർ സിനിമകൾ എന്ന് പറയുമ്പോൾ അതിന് ഒരു നാഷണൽ ലെവൽ അറ്റൻഷൻ തന്നെ ഉണ്ടാവും. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ചും ഏറ്റവും വലിയ ടെൻഷനും. അപ്പം ജിത്തു സാർ ആണെങ്കിൽ ഒരുപാട്, ഇപ്പം മമ്മി ആൻഡ് മീ ആയിക്കോട്ടെ, മൈ ബോസിലായിക്കോട്ടെ, ഒരുപാട് റിയൽ ലൈഫിലത്തെ ഒരുപാട് ഇൻസിഡൻസ് മൂവിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലത്തെ എന്തെങ്കിലും ഇൻസിഡൻസിനകത്ത്? പ്യൂർലി ഫിക്ഷണലാണ്. നമ്മൾ അതിനകത്തെ കുറച്ച് ക്യാരക്ടേഴ്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ ഓൺലൈൻ റിപ്പോർട്ടേഴ്സ്, അവരുടെ ഒരു രീതി, അവരുടെ ഇത്, അതിൽ നിന്ന് വിഭിന്നമായി പുള്ളിക്ക് ഒരു ടിപ്പിക്കൽ അശ്വിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതാ പറഞ്ഞത്, എല്ലാരും കുറെ എന്താ പറയാ അതിൽ നിന്ന് കുറെ ഗോസിപ്സും അല്ലെങ്കിൽ ഇതൊക്കെ വെച്ച് കളിക്കുമ്പോൾ അശ്വിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഒരു ന്യൂസിന്റെ യാഥാർത്ഥ്യം, അതാണ് പ്യുവർ ഫാക്ട്സ് എന്നിട്ടേക്കുന്നത്. പുള്ളിക്ക് അതിൽ നിന്ന് കഥകൾ ഉണ്ടാക്കണ്ട, ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് പുള്ളി പ്രൊജക്ട് ചെയ്യുന്നത്. അങ്ങനെ പുള്ളി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവാൻ ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഓൺലൈൻ ഇതാണ്. അതൊക്കെ നമ്മൾ ഇവിടെ കാണുന്ന പല ഇതിൽ നിന്നും ഒരു ബേസിക് ഐഡിയ എടുത്തിട്ട് അതിന് ആ ക്യാരക്ടറിന് ഒരു സ്വഭാവം കൊടുത്ത് അങ്ങനെ ഇടുവല്ല, അല്ലാതെ ടോട്ടൽ സ്റ്റോറി ഫിക്ഷണലാണ്. അപ്പം അപർണ ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ സിനിമയ്ക്കും വേണ്ടിയിട്ട് ചേച്ചി എടുക്കുന്ന ഓരോ ഹാർഡ് എഫേർട്സ് ആണെങ്കിൽ എടുത്ത് പറയേണ്ടതാണ്. കാരണം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ രായനിൽ ഉള്ളൊരു ലുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ചബ്ബി ആയിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നീട് കണ്ട സിനിമയിലാണെങ്കിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ചേച്ചി എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്, എന്തൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്? ഞാൻ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തിട്ടില്ല. പക്ഷെ റായന്റെ പോയപ്പം ധനുഷ് സാറിന് ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ വേണം എന്ന ആ ക്യാരക്ടറിന് കൂടുതൽ അതാണ് സൂട്ടബിൾ ആവുക എന്ന് പറഞ്ഞുകൊണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ തടി കുറച്ചായിരുന്നു. പക്ഷെ അത് കോൺഷ്യസ്ലി അങ്ങനെ വേണം എന്ന് വെച്ചാൽ അതിന് ക്യാരക്ടറിന് അതൊരു പ്ലസ് പോയിന്റ് ആയി. പ്രോബ്ലി അത് വേറെ ഇപ്പൊ ഒരു ഞാൻ ഭയങ്കര ലീനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാരക്ടർ വർക്ക് ആവില്ല. ആ ഒരു ക്യാരക്ടറിന്റെ
ബോഡി ലാംഗ്വേജ് എല്ലാം അങ്ങനെ ഇരിക്കണം എന്നുള്ളതുകൊണ്ട് ഉള്ളതാണ്. അല്ലാണ്ട് ഇപ്പം അങ്ങനെ ഞാൻ ബോഡി ട്രാൻസ്ഫോർമേഷൻ എഫേർട്ട് ഒന്നും എടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പം ആസിഫ് ഖാൻ ഇപ്പം ഋതുവിൽ നിന്ന് ഇപ്പം മിറാഷിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ ഒരു 16 വർഷം അല്ലേ, 70ഓളം മൂവീസ് നായകനായിട്ടും നിർമ്മാതാവായിട്ടും വില്ലനായിട്ടും ഒരുപാട് ക്യാരക്ടേഴ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന മുഖങ്ങൾ, ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളതൊക്കെ ആരോടൊക്കെയാ? എന്റെ കൂടെ സിനിമ ചെയ്ത എല്ലാരെയും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും എല്ലാവരും ഈ ഇന്ന് ഞാൻ ആസ്വദിക്കുന്ന എല്ലാ സന്തോഷത്തിനും അവർക്ക് അതിന്റെ ക്രെഡിറ്റ്സ് ഉണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ശ്യാം സാറിനെ പറ്റി പറയാതിരിക്കാൻ പറ്റൂല. എനിക്കൊരു വലിയ ഓപ്പണിംഗ് തന്ന, ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാക്കി മാറ്റിയത് ശ്യാം സാറാണ്. അപ്പോൾ ആദ്യം ആലോചിക്കുമ്പോൾ വരുന്നത് അദ്ദേഹത്തിന് മോഹൻ തന്നെയാണ്. പിന്നെ എല്ലാ നല്ല സിനിമകളും മോശം സിനിമകളും ഒക്കെ ആയിട്ട് ജീവിതത്തിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എല്ലാവരും ഉണ്ട്. ഗിൽറ്റ് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ എപ്പോഴെങ്കിലും? ഗിൽറ്റ് ട്രിപ്പ് കിട്ടിയിട്ടുള്ളത് ചില സമയത്ത് ചില സിനിമകളിൽ വർക്ക് ആവാതെ ഇരിക്കുന്നപ്പോ നമുക്ക് എന്തുകൊണ്ട് അത് പറ്റിയെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാനിട്ട എഫേർട്ട് ചില സമയത്ത് പെർഫോമൻസസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ വിഷമം ഉണ്ടാവും സിനിമകൾ വരുമ്പോ. അതിന് പക്ഷെ ഒരു അത്രയും ഗിൽറ്റ് ഫീൽ ചെയ്തിട്ടില്ല. കാര്യം അങ്ങനെയുള്ളതിൽ നിന്നൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതും. ഇപ്പം ചില റിവ്യൂസ് പറയുമ്പോൾ ഉണ്ടായിട്ടുള്ള വിഷമങ്ങളിൽ നിന്ന് നമ്മൾ അതിന് ശ്രദ്ധിക്കാൻ, ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരെ നല്ലത് പറയുന്നതിനേക്കാൾ മോശം പറയുന്ന ആളുകളെ ആയിരിക്കും നമ്മൾ അധികം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ ഈ ഒരു 16 വർഷത്തെ ജേർണിയിൽ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് ഏതായിരുന്നു ചോദിച്ചാൽ എന്താ പറയാ? നല്ല സിനിമകളുടെ ഭാഗമാവുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മള് എങ്ങനെയാണ് ഒരു നല്ല സിനിമ സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. നല്ല സിനിമകളിൽ നമ്മൾ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയാണ് ഹാർഡസ്റ്റ് ആയിട്ടുള്ളത്. ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെയുള്ള സിനിമകളും പെർഫോമൻസസും ചെയ്യാൻ പറ്റുക ഡെഫിനറ്റ്ലി വെരി ഹാർഡ്. അതുപോലെ തന്നെ അപർണ ചേച്ചി, ഇപ്പം സിനിമയിൽ വരുന്നതിനെക്കാട്ടിലും കൂടുതൽ ടഫാണ് സിനിമയിൽ സർവൈവ് ചെയ്യാന്ന് പറയുക. അപ്പൊ ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ ചേച്ചിക്ക് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ട്, ഏറ്റവും സ്ട്രഗ്ലിംഗ് ആയിട്ട് തോന്നിയത് എവിടെ? അത് തന്നെയാണ്. ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ കുറെ പേര് വരുന്നുണ്ട് ഇൻഡസ്ട്രിയിലേക്ക്, കുറെ പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അതിനിടയിൽ നമുക്ക് ഇപ്പോഴും നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റുക പറയുന്നത് എനിക്ക് ഭയങ്കര എന്താ പറയാ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അതിന്. കാരണം എപ്പോഴും എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളിപ്പോ വന്നു, അത് എനിക്ക് ഏറ്റവും ഒരു ജാക്ക് പോട്ടായിരുന്നു മഹേഷ്ട്രപ്രതികാരം എന്ന് പറഞ്ഞ സിനിമ കിട്ടുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ക്ലൂലെസ് ആയിരുന്നു. എങ്ങനെയാ അത് അപ്രോച്ച് ചെയ്യണ്ടേ, എന്ത് ചെയ്യണം എന്നുള്ള ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ ഓരോന്നിലൂടെയാണ് നമ്മളും അത് പഠിച്ചു വരുന്നത്. പക്ഷെ ഇപ്പോഴും നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഭാഗ്യം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ആസിഫ് അതുപോലെ തന്നെ ഇപ്പം ലൈഫിലാണെങ്കിൽ ഉയർച്ചയും വീഴ്ചയും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ആസിഫ് ഖാൻ. പക്ഷെ നമുക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ നമുക്ക് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ കുറച്ച് പാടാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഇക്ക ഒരു എന്താ പറയാ, ഏറ്റവും എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും വലിയൊരു കംബാക്ക് നടത്തിയിട്ടുള്ളൊരു നടനാണ്. അപ്പൊ ഇക്ക തന്നെ എങ്ങനെയാണ് ഇക്കാനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? അറിയില്ല, അതും സംഭവിക്കുന്നതാണ്. അത് നമുക്ക് ഒരു കുറെ പരാജയങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ഒരു നല്ല സിനിമ കിട്ടുമ്പോൾ അത് അല്ലെങ്കിൽ നല്ല സിനിമ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ. നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അല്ലാതെ വലിയ തത്വങ്ങളും പ്രിൻസിപ്പിൾസും ഒന്നും ഇല്ല ലൈഫിൽ. സംഭവിച്ചപ്പോ കഴിഞ്ഞ കുറച്ച് സിനിമകൾ നല്ലതായിരുന്നു, ഇനി അത് കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. വലിയൊരു ചാലഞ്ചാണ്. ഹക്കീം ഖാൻ അതുപോലെ തന്നെ ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മള് മീഡിയയിലൊന്നും അങ്ങനെ കാണുന്നില്ല. ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കാൻ മടിപ്പാണോ? കല്യാണം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പേഴ്സണൽ ലൈഫ് വെറുതെ പുറത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ ഞാനൊരു ചെറിയൊരു സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് ആളുകളുടെ പേര് പറയും. ഇവര് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ്, പിന്നെ ഒരു സ്ഥലത്തിനെ പറ്റിയും ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് ഓർമ്മ വരുന്നതെന്നാണ് ചോദ്യം. ഫസ്റ്റ് ജിത്തു സാറിനോടാണ്. ലീലാമ്മ. എന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്റെ അമ്മച്ചിയാണ്. അത്രേ ഉള്ളൂ പറയാൻ? അല്ല എന്റെ എനിക്ക് സ്ട്രെങ്ത് തരുന്ന, ഞാൻ എപ്പോഴൊക്കെ തളർന്നു പോയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ എന്നെ പിടിച്ച് ഉയർത്തി വിട്ടിട്ടുള്ള ഒരു ഭയങ്കര സ്ട്രോങ് ലേഡിയാണ്. ഓക്കെ. അപർണ ചേച്ചി. ശോഭ ബാലമുരളി. ഞാൻ എന്താണോ അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അമ്മയുടെ അടുത്ത് തന്നെയാണ്. അത് പറഞ്ഞ എല്ലാവർക്കും അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. നമ്മളെ ഏറ്റവും ലോവസ്റ്റിലും
ഏറ്റവും മോശം അവസ്ഥയിൽ കണ്ടിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസ് തന്നെ ആയിരിക്കും. എസ്പെഷ്യലി എനിക്ക് അമ്മ തന്നെയാണ്. അപ്പൊ പക്ഷെ നമ്മള് കുറെ കാര്യങ്ങൾ ഒരുമിച്ചാണ് ഫൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. കുറെ കാര്യങ്ങള് ഒരുമിച്ച് ഞങ്ങള് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടാണ് ഇവിടെ വരെ. എനിക്ക് അതിലേറ്റവും എടുത്തു പറയേണ്ടത്, ഞാൻ പണ്ട് അമ്മ എപ്പോഴും കൈനറ്റിക് ഹോണ്ട ഓടിച്ചോണ്ടിരുന്നിരുന്നു. അപ്പൊ ഞാൻ ഈ കുറെ ഡാൻസ് ക്ലാസ്, പിയാനോ, അങ്ങനെ കുറെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഞങ്ങള് ഈ കൈനറ്റിക് ഹോണ്ടയിൽ പോയിട്ട് സത്യം പറഞ്ഞ അമ്മ എന്നെ ഇതിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ ഒരു കാറ് വാങ്ങിയത്. അപ്പം അമ്മ ആക്ച്വലി ആ എടുത്ത എഫേർട്ട് ഫുൾ എനിക്ക് വേണ്ടിയിട്ടാന്നുള്ളത് എനിക്കറിയാം. പിന്നെ അപ്പൊ അതുപോലത്തെ കുറെ കാര്യങ്ങൾ എന്റെ അമ്മ തന്നെയാണ് എനിക്ക് വഴിയൊരുക്കി തന്നിട്ടുള്ളത്. ഓക്കെ, ആസിഫ് ക, ഷൗക്കത്ത് അലി. ഷൗക്കത്ത് അലി വാപ്പ എന്ന് പറയുമ്പോ ഞാൻ എപ്പോഴും എന്താ പറയാ, നമുക്കൊരു ഹീറോ ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും ഫാദർ അല്ലേ. അപ്പൊ എനിക്ക് എന്റെ സ്വഭാവം, എന്റെ ആറ്റിറ്റ്യൂഡ് എല്ലാം, എന്റെ ദേഷ്യം എല്ലാം എന്റെ വാപ്പയുടെ നിന്ന് കിട്ടിയതാണ്. ഞാൻ വാപ്പ എങ്ങനെയാണോ, നമ്മള് ഈ ഓരോ ലൈഫിൽ ഓരോ വർഷം കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ മെച്ചൂരിറ്റി ലെവൽ ഓരോന്ന് കഴിയുന്തോറും നമ്മൾ റിയലൈസ് ചെയ്യുന്ന നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ ഫാദർ തന്നെയാണ്. എപ്പോഴും ജിച്ചോറ് പറഞ്ഞ പോലെ ഒരു ബാക്ക് ബോൺ, ഒരു ധൈര്യം വാപ്പാണ്. ഹക്കീം ക, സന. ഞാൻ വിചാരിച്ച എല്ലാവരുടെയും പേരൻസ് അല്ല, ലൈഫിൽ എനിക്ക് വേറെ തന്നെ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടെന്നും എനിക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സനയാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര സപ്പോർട്ടാണ്. ഞങ്ങള് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരി ഇല്ലാതെ ഒരു നിമിഷം എനിക്കിങ്ങനെ ആലോചിക്കാനോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര അയ്യോ എന്തോ കളഞ്ഞു പോയല്ലോ, എന്തോ ഭയങ്കര മിസ്സിങ് ആണ് എനിക്ക്. അപ്പോ എന്താ പറയാ, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് സനന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഷീസ് ദ ബെസ്റ്റ് തിങ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്. കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് അങ്ങനെ വലിയ മാറ്റം തോന്നിയിട്ടില്ല. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കുമല്ലേ, എനിക്ക് അങ്ങനെ ഒരു മാറ്റം തോന്നിയിട്ടില്ല. ഞങ്ങള് പഴയ പോലെ തന്നെ. ഓക്കെ, ആസിഫ് ക അടുത്ത് പ്രത്യേകം ചോദിക്കണം എന്ന് പറഞ്ഞ് സുമേഷ് ഏട്ടൻ തന്ന ഒരു സ്ഥലമാണ് ഉണ്ടപ്ലാവ്. എന്റെ വീട് ഇരിക്കുന്ന സ്ഥലമാണ്. അതിനൊരു കഥയുണ്ട്. അവിടെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ തറവാടാണ് ആ ജംഗ്ഷനിൽ ആദ്യം കാണുന്ന വീട്. ആ പറമ്പിന്റെ അറ്റത്തൊരു പ്ലാവുണ്ട്. ആ പ്ലാവിലുണ്ടാവുന്ന ചക്ക ഉണ്ടച്ചക്കയാണ്, ഊഴയാണത്. അങ്ങനെയാണ് ആ സ്ഥലത്തിന് ഉണ്ടപ്ലാവ് എന്ന് പേര് വന്നത്. വളരെ റെയർ ആയിട്ടാണ് ഉണ്ടച്ചക്ക ഉണ്ടാവുന്നത് അവിടെ ആ ഏരിയയിൽ. അപ്പൊ അങ്ങനെ ഉണ്ടപ്ലാവ് എന്ന് വന്നതാണ്. എന്റെ ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു അതൊരു റബ്ബർ തോട്ടമായിരുന്നു. ആ റബ്ബർ തോട്ടത്തില് എനിക്കൊന്നും ആ ഏജ് കാറ്റഗറിയിലുള്ള എല്ലാവരും വന്ന് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പറമ്പായിരുന്നു. ഞങ്ങളവിടെ ഒരു പിച്ചൊക്കെ സെറ്റ് ചെയ്ത്, ഈ റബ്ബർ തോട്ടത്തിനിടെ ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇതിന്റെ ഒന്ന് കുറെ വേരുണ്ടാവും, പിന്നെ ചുറ്റും റബ്ബർ മരമാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു ബോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ആ പോയ സ്പീഡില് ബോള് തിരിച്ച് നമ്മുടെ മേത്തേക്ക് തന്നെ വരും. പിന്നെ ആ പറമ്പിന്റെ ചുറ്റുമാണ് ഈ കവല ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവിടെ പോകുമ്പോ എന്റെ ചെറുപ്പം മുതലുള്ള കാതിർക്ക ഉണ്ട്. മൂപ്പറുടെ പഴംപൊരി, ബോളി എന്നാണ് നമ്മൾ പഴംപൊരിക്ക് പറയാ. നല്ല മഞ്ഞ കളറ് ബോളി കിട്ടും, ഉള്ളിവട കിട്ടും, പരിപ്പോട കിട്ടും, അങ്ങനത്തെ. പിന്നെ ഒരു ഉമ്മർക്കട പലരിക്കടയുണ്ട്. ഇപ്പോഴും അതെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ഡെവലപ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു വളവ് തിരിഞ്ഞ് ആ കവലയിലേക്ക് അങ്ങ് എത്തുമ്പോണ്ടല്ലോ ഭയങ്കര ഹോംലി ഫീൽ ആണ് എനിക്ക്. ആസിഫ്കയുടെ ഒരു ഫേവറേറ്റ് 4 മണി പലഹാരം ബോളിയാണല്ലേ, പഴംപൊരിയാണ്. അതെ, ചേച്ചിയുടെ ഏതാ? എനിക്കും പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഈ ഇടയ്ക്ക് പോലും ഇക്കടെ ഇത്താത്ത പഴംപൊരി എടുക്കട്ടെ ആദ്യം എന്നെ കാണുമ്പോഴും ചോദിക്കുക. എന്നിട്ട് ഞാൻ അത് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് തരും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വീട്ടിലൊരു മെയിൻ ഐറ്റം ആണ് ഈ പഴംപൊരി. അതിനങ്ങനെ ടൈമിംഗ് ഒന്നുമില്ല. ഇപ്പൊ നമ്മള് ചില ദിവസമൊക്കെ വളരെ ലേറ്റ് നൈറ്റ് ഒക്കെ എവിടെയെങ്കിലും ഒക്കെ പോയി തിരിച്ചു വന്ന് വീട്ടിൽ കയറുമ്പോ ഞാനിങ്ങനെ ചോദിക്കും പഴംപൊരി ഉണ്ടാക്കി. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കിച്ചണിൽ കയറി വർത്താനം പറഞ്ഞിരുന്ന്, അത് ഒരു പഴുപ്പുണ്ട്, ഒരു പഴത്തിന്റെ ആ കറക്റ്റ് പഴുപ്പില് പൊരിച്ച് കിട്ടണം. അത് അങ്ങനത്തെ പഴം കിട്ടണം. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും തിന്നാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് പഴംപൊരി. ഇക്കാന്റെ ഫേവറേറ്റ് 4 മണി പലഹാരം എന്താ? 4 മണി പലഹാരം ഈ പറഞ്ഞ ഉണ്ടപ്ലാവില് അല്ല, ഞാൻ പറഞ്ഞ ഉണ്ടപ്ലാവ് പറഞ്ഞപ്പോ
അന്ന് ഞാൻ കുഞ്ഞാട്ടോ. വളരുമോ? അപ്പോ ഈ പറഞ്ഞ ആസിഫിന്റെ വീട് കാണാൻ പോവാ എന്ന് പറയും. അപ്പൊ കൂട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ ഞങ്ങൾ ആ വഴി മുണ്ടപ്ലാവ് വഴി, എനിക്ക് അന്നൊരു RX സെന്റർ ഉണ്ട്, വണ്ടി വിളിച്ചപ്പോ അന്നൊരു പുണ്ടോ ഉണ്ട്, ആണോ ഒരു വൈറ്റ് പുണ്ട അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആസിഫിലി അവിടെ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ വെറുതെ കൂവി ഒച്ചയൊക്കെ വെച്ച് ഒന്ന് ഇറങ്ങി ഒന്ന് ഹായ് പറയാലോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം 4-5 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ഇല്ലില്ല, സിനിമ ആഗ്രഹിച്ചു നടക്കണുള്ളൂ. അത് കാണുവാണെങ്കിൽ ഹായ് പറയാം. അവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയി കഴിയുമ്പോ ഈ പറയുന്ന സിനിമയോ അങ്ങനെ ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് അത്ഭുതമാണ്. അപ്പൊ ഇപ്പോഴും വീട്ടിലൊരാള് വന്ന് ബെല്ലടിക്കുന്നുണ്ടെങ്കിൽ അത് വാപ്പാനെ കാണാനാണ് എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഞാൻ എപ്പോഴും പോയി തുറന്നിട്ട് ആദ്യം പറയുന്നത് വാപ്പ ഉണ്ടെങ്കിൽ ഇരിക്കാൻ പറയും, ഇല്ലെങ്കിൽ വാപ്പ പുറത്താന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ആൾക്കാര് അല്ല ഞാൻ ആസിഫിനെ കാണാൻ വന്നെന്ന് പറയുമ്പോഴാണ് ഞാൻ ആ റിയാലിറ്റിയിലേക്ക് പല സമയത്തും വരുന്നത്. എനിക്കിപ്പോഴും അങ്ങനെ ഒരു അവിടെ ചില സമയത്ത് എനിക്ക് വീട്ടിൽ വന്നിട്ട് ഞാൻ സ്ഥിരമായി ഞാൻ എങ്ങനെയായിരുന്നു ഇപ്പൊ മുറ്റത്ത് കാറ് കഴുകുന്ന പരിപാടിയൊക്കെ എപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുമ്പോ ആൾക്കാർ വന്ന് നിൽക്കുമ്പോ എനിക്ക് പെട്ടെന്ന് ഒരു അത്ഭുതം തോന്നി, എന്തിനാണ് ഇവരെല്ലാരും വന്ന് നോക്കി നിൽക്കുന്നത്. സാറിന്റെ ഫേവറേറ്റ് എന്താണ്? പഴംപൊരി. ബോളി. ഞങ്ങളെ ബോളി ഞങ്ങളുടെ ബോളി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തൊക്കെ വേറെ ബോളി എന്ന് പറഞ്ഞാൽ. പിന്നെ ഉള്ളത് ഈ അടാന്ന് പറയും, ഇലയട. അതായത് ഇങ്ങനെ ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള അതിന്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. പക്ഷെ ബോളിക്ക് അത് ഞങ്ങൾ കൂമലിനകത്ത് ഞാൻ വീട്ടിൽ പറയുന്നത് കേട്ടാ കൃഷ്ണമാരുടെ ഡയലോഗ് എഴുതിയത്. അപ്പൊ പറയാം പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല, അത് നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് ഇത് ചെയ്യണം എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ വളരെ തിന്നായിട്ട് അരിയണം. അപ്പൊ ഈ ചിലപ്പോൾ ചായക്കടയിലൊക്കെ പോകുമ്പോൾ തടിയനായി പഴുത്തിട്ടും ഇല്ല. അപ്പൊ ഒരു നല്ല പാകത്തിലുള്ള പഴുപ്പും അതിന്റെ കൂടെ ഒരു തിന്നായിട്ട് അരിഞ്ഞ് ഇത് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാര് പഴംപൊരിയുടെ കാര്യത്തിൽ ഭയങ്കര സെലക്റ്റീവ്, എല്ലായിടത്തും കഴിക്കില്ല. ഹോട്ടലിലേക്ക് വരുമ്പോഴേ ആദ്യം നോക്കും ഇതിന്റെ തിക്നെസ് ഒക്കെ എത്രയാ, എന്നിട്ട് പഴുത്തിട്ടുണ്ടോ എന്നൊക്കെ എടുക്കുള്ളൂ. ചില KSRTC ബസ് സ്റ്റാൻഡുകളിലുള്ള ചായക്കടകളിലെ ബേക്കറികളിലാണ് ഈ ഇങ്ങനത്തെ മറ്റേ ചക്ക പോലത്തെ പഴംപൊരി. ഒരു പഴം അടുക്കുന്ന അങ്ങ് കട്ട് ചെയ്തിട്ട് അതങ്ങ് പൊരിച്ച് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പൊ ഇറങ്ങുമ്പോ വീട്ടിൽ വിളിച്ച് പറയണ അത് നമ്മളീ ബസ് സ്റ്റാൻഡിന്റെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മള് ബസ്സിൽ കയറുമ്പോ ഇത് മേടിച്ച് കയ്യിൽ വെക്കും, എന്നിട്ട് സീറ്റൊക്കെ കിട്ടി ഒരു മൂടൊക്കെ സെറ്റ് ചെയ്തിട്ട് ആദ്യത്തെ കടിയെടുക്കാൻ ഓഹോ പിന്നെ തിന്നാനും തോന്നൂല. ആക്ടേഴ്സിന്റെ ഒരു ഗുണം എന്താന്ന് പറയുക, നമുക്ക് ഇതൊക്കെ എപ്പോഴും നടക്കുന്നതാണ്. ഇപ്പൊ ഷൂട്ടിന്റെ ടൈം ആണെങ്കിലും ഇപ്പൊ പിന്നെ ബസ്സിൽ കയറാന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും ബസ്സിൽ കയറുമ്പോ എല്ലാരും നോക്കില്ലേ? ഞാനങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ കയറലുണ്ട്. ലാസ്റ്റ് ആയിട്ട് എന്തായിരിക്കും കയറിയിട്ടുണ്ടാവുക? ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും എറണാകുളത്ത് എവിടെയെങ്കിലും ഒക്കെ കുഞ്ഞു സ്പേസിലേക്കൊക്കെ പോയിട്ടുണ്ടാവുള്ളൂ. തൊടുപുഴയ്ക്ക് പോയിട്ട് കുറെ നാളായി. അതിന് കൊച്ചിന്ന് തൊടുപുഴയ്ക്ക് 37 രൂപയുള്ള ഒരു കാലം. നിനക്ക് എത്ര വയസ്സുണ്ട്? ഞാൻ പോകുമ്പോ 55 രൂപ. ശരി, 37 രൂപ വരെ ഞാൻ KSRTC അത് കഴിഞ്ഞ് ഞാൻ കാറ് വാങ്ങിച്ചു. അപ്പൊ ജിത്തു സാർ ആണെങ്കിൽ സിനിമയിലേക്ക് അഭിനയിക്കാൻ ഇറങ്ങണം എന്നാണ് സുമേഷ് ചേട്ടൻ പ്രത്യേകം പറഞ്ഞത്. കാരണം എന്താന്ന് വെച്ചാല് കൂമന്റെ പ്രൊമോഷന്റെ സമയത്ത് സിനിമയിലാണെങ്കിൽ നായിക പ്രാധാന്യമുള്ള സിനിമയാണോ എന്ന് ചോദിച്ചപ്പോ സാർ പറഞ്ഞു ഇല്ലാതെ. ഇല്ല പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് സാറ് നായിക പ്രാധാന്യമുണ്ട്, നായകനൊന്ന് ശ്രദ്ധിച്ചോ അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ? അത് ആ പടത്തിലെ ആൾക്കാർക്ക് വരുമ്പോ ആ ഇമ്പാക്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ പല അഭ്യാസം കാണിക്കും, അത്രേ ഉള്ളൂ. എപ്പോഴെങ്കിലും അഭിനയത്തിലോട്ട് ഇറങ്ങണം എന്ന് തോന്നിയിട്ടുണ്ടോ? നമുക്ക് അറിയാവുന്ന പണി ചെയ്താൽ ചേട്ടൻ ഒരു പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് അതോടുകൂടി പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ 1-2 പരസ്യക്കാർ വന്നപ്പോ എത്ര പൈസ തന്നാലും അഭിനയിക്കൂല. ഓക്കെ, അപ്പം ദൃശ്യം 3നെ പറ്റി പറയുകയാണെങ്കിൽ ദൃശ്യം 3-ലാണെങ്കിൽ ആസിഫ് ഉണ്ടെന്ന് പറയുന്നു, രാജുവേട്ടൻ ഉണ്ടെന്ന് പറയുന്നു, സേതുരാമയ്യർ, മമ്മൂക്ക ഉണ്ടെന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? അതാണ് എനിക്കറിയില്ല. അദൃശ്യം. അതേത് ദൃശ്യം? എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ദൃശ്യം മണ്ണിറങ്ങിയപ്പോ നിനക്ക് എത്ര വയസ്സായിരുന്നു? എനിക്കതൊന്നും അറിയാം. ഇത് കഴിഞ്ഞിട്ടൊരു സർവേ നടത്തേണ്ടിയിരിക്കുന്നു.
കോളേജ് എന്തോ കോളേജ് എത്തി, +2 കോളേജ് എത്തി. വളർച്ചയുണ്ട്. സാർ എവിടം വരെയായി ദൃശ്യത്തിന്റെ വിശേഷങ്ങൾ? സീൻ നമ്പർ 87 വരെ Wow. ഞാനത് എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തീർന്നിട്ടില്ല ആക്ച്വലി. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഒരു മൂഡില്ലായിരുന്നു, അല്ലെ ചിലപ്പോ ഇന്നലെ കൊണ്ട് അങ്ങ് തീർന്നു പോയത്. ഞാൻ ക്ലൈമാക്സിലാണ് എല്ലാരും ഏറ്റവും വെയിറ്റിംഗ് ആയിട്ടുള്ളത്. അപ്പൊ ഇവരാരെങ്കിലും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? മോഹൻലാലിനെ പ്രതീക്ഷിക്കാം. ഞങ്ങളെ ആരെങ്കിലും അതെ. എന്നാന്നറിയോ, ദൃശ്യം 3-ക്കകത്ത് പുതിയതായിട്ട് അങ്ങനെ ആരും തന്നെ വരുന്നില്ല. ഫസ്റ്റിലെയും സെക്കൻഡിലെയൊക്കെ, കാരണം ഇതെല്ലാം കണക്റ്റഡ് ഓൾറെഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. 1-2 ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് വരുന്നല്ലാതെ മേജർ ഇതല്ല. അത് പറഞ്ഞപ്പോഴാണ് സാറിന്റെ സിനിമകളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പുതുമുഖങ്ങൾ വളരെ കുറവാണ്. സാറ് തോന്നിയിട്ടുണ്ട് അങ്ങനെ? ഞാൻ ഒത്തിരി പുതുമുഖങ്ങള്, പക്ഷെ ഞാൻ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സിന് ട്രൈ ചെയ്യും. ലീഡ് ക്യാരക്ടേഴ്സിലേക്ക് ഞാൻ അങ്ങനെ ഫ്രഷ് ആയി, കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ചെറിയ കംഫർട്ട് സോണിൽ പോകുന്നത്. നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നവര് വെച്ച്, കാരണം എനിക്ക് പുതുമുഖങ്ങളെ വിളിച്ച് ട്രെയിൻ ചെയ്ത് അങ്ങനെ ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഞാൻ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സിന് ഇത് ചെയ്യാറുണ്ട്. പിന്നെ അപ്കമിങ് ആയിട്ടുള്ള ആൾക്കാര് എന്തോ എനിക്കതൊരു, പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട് ട്രൈ ചെയ്യണം. ഓക്കെ. അപ്പം ആസിഫ് കാക്ക, ഞാൻ കഴിഞ്ഞ 2-3 ദിവസം മുന്നേ അസ്കർക്കാട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ലൈഫിലാണെങ്കിൽ ഒരു ഹാൻഡ് ഓഫ് ഗോഡ് പോലെ ആരാണ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോ അസ്കർക്ക പറഞ്ഞത് ഇത്താത്തയാണെന്നാണ്. അപ്പം ശരിക്കും അവര് തമ്മിൽ ഭയങ്കര ബോണ്ടാണോ? പിന്നെ വീട്ടില് ഇപ്പം എന്റെ ഉമ്മയുടെ അതേ പൊസിഷനിലാണ് സമയമുള്ളത്. വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ഇപ്പൊ ഞങ്ങള് ഈ 2 ആമ്പിള്ളേരുള്ള വീട്ടിലെ പ്രശ്നം അറിയാലോ. രണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇല്ല, ഞങ്ങൾ രണ്ടുപേരും തൊടുപുഴയിലില്ല. അപ്പൊ വീട്ടിലെ നമ്മുടെ ഒരു ആബ്സെൻസ് ഫീൽ ചെയ്യാത്ത രീതിയിൽ എല്ലാം ചെയ്യുന്നത്, അതിപ്പോ വാപ്പാക്കാണെങ്കിലും ഉമ്മാക്കാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒരു എന്താ പറയാ, ഒരു കെയർ ടേക്കർ എന്ന് പറയുന്നത് സമയമാണ്. അപ്പം ഇപ്പൊ എനിക്കും അതുകൊണ്ട് ഇപ്പൊ ഞാൻ അറിയാലോ, എന്റെ ഫോൺ പ്രശ്നം എനിക്ക് എല്ലായിടത്തും ഉണ്ട്. അതെന്റെ പ്രൊഫഷണൽ മാത്രമല്ല പേഴ്സണൽ ലൈഫിലും പല ഇത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ വീട്ടിലേക്കൊക്കെ 5-6 ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഞാൻ വിളിക്കാറും സംസാരിക്കാറൊക്കെ ഉള്ളൂ. അപ്പൊ ആ ഗ്യാപ്പ് പോലും ഒരു പരിധിവരെ ഫില്ല് ചെയ്യുന്നത് സമയമാണ്. ഓക്കെ. അപ്പം അതുപോലെ ഇക്കാന്റെ ലൈഫിൽ ഒരു ഹാൻഡ് ഓഫ് ഗോഡ് പോലെ ആരായിരിക്കും വന്നിട്ടുണ്ടാവുക? വളരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അതുപോലൊരു വ്യക്തി ആരായിരിക്കും? ഒത്തിരി പേരുണ്ട് അങ്ങനെ. ഇപ്പം ഓരോ സമയത്തും ഓരോരുത്തർ വന്നിട്ട് ഒരു പേർപ്പസ് സെർവ് ചെയ്ത് പോയിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ തമാശക്ക് പറയായിരുന്നു, ഓരോ ഗേൾ ഫ്രണ്ട്സ് ലൈഫിൽ വന്നപ്പോഴും അതിന് ഓരോ സ്പേസ് ഉണ്ടായിരുന്നു. പല ഗേൾ ഫ്രണ്ട്സ് വന്നോണ്ടാണ് സപ്ലി പോലും ക്ലിയർ ചെയ്തെടുത്തത്, ഇമോഷണലി ഡീൽ ചെയ്ത് ഇരുത്തി പഠിപ്പിച്ച്. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അത് സുഹൃത്തുക്കളായിട്ടും ഗേൾ ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ മെന്റേഴ്സ് ആയിട്ടും. ഇപ്പം ലൈക് ഷംസർ എന്ന് പറഞ്ഞ ഒരു മജീഷ്യൻ എന്റെ ലൈഫിലേക്ക് വന്ന് എന്റെ ലൈഫ് തന്നെ മറിഞ്ഞതാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇക്കയുടെ ലൈഫിൽ ഒരു ഹാൻഡ് ഓഫ് ഗോഡ് ആരാണ്? ഒരാളുടെ പേര് പറയാനില്ല, എല്ലാരും തന്നെ എല്ലാ നിമിത്തങ്ങളോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഓക്കെ. ചേച്ചി? എനിക്കും ഈ പറഞ്ഞ ഫസ്റ്റ് പേരൻസ് തന്നെയാണ്. ഇപ്പൊ ഞാൻ ചെറുപ്പം തൊട്ടിട്ടുള്ള എന്താഗ്രഹം പറഞ്ഞാലും ഒരിക്കലും ഇപ്പൊ ഞാൻ ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞു, അത് ഓക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ അവര് സിംഗേഴ്സ് ആയിട്ട് എനിക്ക് പാട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനോടും അവരെന്നെ നിർബന്ധിച്ച് നീ പാട്ട് പഠിക്കണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നിനും എനിക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ അന്നോട്ടെ അവർ ആ സ്റ്റേജസ് ആണെങ്കിലും എല്ലാത്തിലും ഒപ്പം നിന്നുകൊണ്ടാണ് ഇന്നിപ്പം പെട്ടെന്ന് സിനിമ വന്നപ്പോഴും എനിക്കത് ചെയ്യാൻ പറ്റിയതും എല്ലാം. പിന്നെ ആൽവിൻ അങ്കിളാണ് ആദ്യം സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എന്നെ ആഡ് ചെയ്യുന്നത്. പിന്നെ ഉണ്ണിമായ ചേച്ചിയാണ് എന്നെ മഹേഷിന്റെ പ്രതികാരത്തിന്റെ ഓഡീഷന് വിളിക്കുന്നത്. അപ്പം സിനിമയുടെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ഡെഫിനറ്റ്ലി അവർ രണ്ടുപേരും ആയിരിക്കും പെട്ടെന്ന് വന്ന് എനിക്കൊരു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വഴിത്തിരിവ് എനിക്ക് ഉണ്ടാക്കി തന്നത്. പക്ഷെ അല്ലെങ്കിൽ ഐ തിങ്ക് പേരൻസ് തന്നെയാണ്. അവരൊരിക്കലും അങ്ങനെ ഒരു നോ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം ആർക്കിടെക്ചർ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനോടും എല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും. സർ? അല്ലാതെ ഏത് ആര് പറയുന്നാണ് ഇപ്പൊ ആലോചിച്ചത്? അതല്ല നമുക്ക് പല സിറ്റുവേഷനിൽ പലരും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രൊഫഷണലി ഇപ്പൊ സിനിമയിലേക്ക് വരാനാണെങ്കിൽ എൻ്റെ ഒരു കസിൻ ഉണ്ട്. കസിനും ഗീതമ ചേച്ചി എന്ന് പറയും. ഗീതമ ചേച്ചിയുടെ ഹസ്ബൻഡ് ജോയിങ്ങള്. അത് പക്ഷെ അതൊക്കെ ഒരു നിമിത്തമായിരിക്കാം. ഞാനൊരു കാര്യത്തിന് തിരുവനന്തപുരത്ത് വന്നു, അവരുടെ വീട്ടിൽ ഇരിക്കുന്നു, അവിടെ കരുണത്തിന്റെ ബ്രോഷർ ഇരിക്കുന്നു. സിനിമ ഞാൻ വേണ്ടെന്ന് വെച്ചതാണ് കല്യാണത്തിന്റെ സമയം. ലിൻഡയ്ക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വേണ്ട. പക്ഷെ ഞാൻ അവിടെ കണ്ടപ്പോൾ ഞാൻ എഴുതുന്നു. പക്ഷെ ലിൻഡ പറഞ്ഞു
അപ്പോൾ അവർ പറഞ്ഞു ജയരാജ് സാറിനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ വന്ന് ഞാൻ വേണ്ടാന്ന് വെച്ചൊരു സാധനം തിരിച്ച് അതെൻ്റെ ലൈഫിലേക്ക് വന്നു. അതിൻ്റെ ഒരു നിമിത്തം അവരാണ്. അവർ ഇനിഷ്യേറ്റീവ് എടുത്താണ് അത് ചെയ്തത്. അത് പ്രൊഫഷണലി. ഇപ്പം ലൈഫിലല്ലാത്ത ഒത്തിരി ക്രിട്ടിക്കൽ മൊമെൻറ്റിലൊക്കെ നമുക്കിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് പല ഹെൽപ്പും സപ്പോർട്ടും വന്നിട്ടുണ്ട്. കാരണം എൻ്റെ മദർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ലൈഫിൽ ഭയങ്കര അത് ഇതല്ല, നമുക്ക് പറ്റുന്ന ആൾക്കാരെ നമ്മൾ സഹായിക്കുക, സാമ്പത്തികമായിട്ട് മാത്രമല്ല പല രീതിയിൽ സഹായിക്കുക, നമ്മളെ സഹായിക്കുക. അവരിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷെ നമ്മളൊരു ക്രൈസിസ് വരുമ്പോൾ നമുക്ക് എവിടുന്നെങ്കിലും ഒക്കെ സഹായം എനിക്ക് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള. എനിക്കിപ്പോഴും ഞാനൊരു ക്രൈസിസ് വരുമ്പോൾ ആരൊക്കെയാണ് എന്നെ വന്ന് സഹായിക്കുന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ഞാൻ അങ്ങനെ എൻ്റെ ചൈൽഡ്ഹുഡിലും എൻ്റെ ടീനേജിലും ഒക്കെ ഞാൻ ആർക്കും വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ ഇറങ്ങുമായിരുന്നു. പക്ഷെ അത് അതിന്റെ ഗുണം എനിക്കിപ്പോൾ കിട്ടുന്നു. അപ്പം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇറ്റ്സ് ഹാൻഡ് ഓഫ് ഗോഡോ എന്ത് വേണമെങ്കിലും നമുക്ക് എന്നെ വിളിക്കാം. പരസ്പര സഹായമില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റും. അതായത് എന്നാ വലിയ ഇതാന്ന് പറഞ്ഞാൽ എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ലൈഫിൽ ഏതെങ്കിലും ഒക്കെ ഒരു പോയിന്റ് വരും, നമുക്ക് മറ്റുള്ള ആൾക്കാരെ സഹായം അങ്ങനെ ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നു, സിനിമയിലേക്ക് കയറി കഴിയുമ്പോൾ ഒരു ലൈഫ് ഉണ്ടായിരുന്നു, പിന്നെ സിനിമയിൽ സക്സസ്ഫുൾ ആയതിനു ശേഷം ഒരു ലൈഫ് ഉണ്ടായിരുന്നു. ഇതിൽ എത്രത്തോളം സിനിമ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്? അങ്ങനെ ചോദിക്കരുത്, ഞാൻ കഷ്ടപ്പെട്ട് കാണാൻ സിനിമ സ്വാധീനിച്ചത് സിനിമയുടെ അല്ല, ഇതിന് മുന്നേ എന്തായാലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. നമ്മളിപ്പോ ഒരു സിനിമയില് അഭിനയിച്ചു കഴിഞ്ഞാൽ പൊതുവെ സിനിമ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിക്കുള്ള ഒരു ഫെയിം ഉണ്ട്, ആൾക്കാരുടെ അക്സെപ്റ്റൻസ് ഉണ്ട്. നമ്മൾ അതുവരെ ഇപ്പൊ നേരത്തെ ബസ്സിന്റെ ചോദ്യം ചോദിച്ച പോലെ ഞാൻ കോളേജിൽ എപ്പോഴും ബസ്സിൽ തന്നെയാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ഒരു ഫെയിമിലേക്ക് എത്തുമ്പോൾ അതിന് നമുക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇത്രയും പേര് നമുക്ക് അറിയാത്ത ഒത്തിരി പേര് നമ്മളെ സ്നേഹിക്കുക, നമ്മളോട് ആ സ്നേഹം പ്രകടിപ്പിക്കുക എന്നൊക്കെ പറയാം. അപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും ഇപ്പൊ ഒരു സ്ഥലത്ത് ചെന്നാൽ തന്നെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ അവർക്ക് നമ്മളെ സ്ക്രീനിൽ കണ്ട പരിചയം കൊണ്ട് നമ്മളുടെ അടുത്ത് നമ്മളെ സഹായിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതല്ലാണ്ട് ബേസിക് ലൈഫിൽ എനിക്ക് തോന്നുന്നത് എല്ലാവരും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും റൂട്ടീൻ എല്ലാം സെയിം തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു മെയിൽ ആക്ടറിന്റെ ഒരു മൂവി ആണെങ്കിൽ അതിൽ നമുക്ക് ഇനീഷ്യൽസ് കൂടുതലായിരിക്കും. അതിനകത്താണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഉള്ള അപ്രിസിയേഷൻ കൂടുതലായിരിക്കും. പക്ഷെ അതുപോലെ തന്നെ ഒരു ഫീമെയിൽ ഷോൾഡർ മൂവി ചെയ്യുമ്പോൾ ഇപ്പം അപർണ ചേച്ചി ആയിക്കോട്ടെ, പാർവതി ചേച്ചി, മഞ്ജു ചേച്ചി, ഉർവശി ചേച്ചി, നിങ്ങൾ ഒരു ഫീമെയിൽ ഷോൾഡർ മൂവി ചെയ്യുമ്പോൾ ഇത്രയും ഇനീഷ്യൽസ് നമുക്ക് തിയേറ്റേഴ്സിൽ കാണുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അതൊരു തെറ്റിദ്ധാരണയല്ലേ മേഡം? അത് ആ സിനിമ നമ്മൾ അതിന്റെ പബ്ലിസിറ്റിയും ആ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പും അതാണ് ഡെഫിനറ്റ്ലി അതിന്റെ ഒരു എന്താ പറയുക ഒരു ഇനീഷ്യൽസ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അഞ്ജലി മേനോൻ ഒരു സിനിമ ചെയ്യുമ്പോൾ അവരുടെ സിനിമകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ടല്ലോ. അപ്പൊ എനിക്കറിയില്ല കേട്ടോ, ആ ഒരു സിനിമയുടെ നമ്മള് പ്രൊമോഷന്റെ മാർക്കറ്റിംഗിന്റെ ഭാഗത്തുമായിട്ട് ആ സിനിമ നമുക്ക് കാണാൻ ഒരു താല്പര്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ആൾക്കാർ കാണും. എനിക്ക് അപ്രിസിയേഷൻ ഒക്കെ നല്ലോണം കിട്ടും. ഞാനിപ്പോ ഷോൾഡർ ചെയ്ത സിനിമകളാണെങ്കിലും ആൾക്കാർ കണ്ടിട്ട് ഇപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളായിട്ട് ഇപ്പൊ ഇനി ഉത്തരം എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും എല്ലാം ഭയങ്കരമായിട്ട് അവര് പറയാറുണ്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെ പറയാറുണ്ട്. സാറിന്റെ ടേക്ക് എന്താണ്? അല്ല ഇതിനെ പറ്റി ഇപ്പൊ പറഞ്ഞതിനെ പറ്റി ഇനീഷ്യൽ ഉണ്ടാവുന്നു അതല്ലേ ചോദ്യം? അല്ല, അത് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ഞാൻ മമ്മി ആൻഡ് മീ എന്ന് പറയുന്ന സിനിമ ചെയ്തു. അത് ഫസ്റ്റ് ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ഫസ്റ്റ് ഡേയിലും നൂൺ ഷോയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ ഒരു 40% ആള്. ഞാൻ കഴിഞ്ഞ് പ്രൊമോഷൻ എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് ഷോയ്ക്ക് വന്നപ്പോഴത്തേക്കും അത് 80% ആയി. അപ്പൊ എന്നോട് തിയേറ്ററുകാർ പറഞ്ഞു ഈ പടം പിടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്നാന്ന് ചോദിച്ചു, ബുക്കിങ്സ് വരുന്നത് 8, 10, 6, 7, അതായത് ഫാമിലി മൊത്തത്തിൽ അടച്ച് ബുക്കിങ് പോരുവാണ്. അപ്പൊ അതിന്റെ പ്രൊമോഷനിനകത്ത് മുഴുവൻ ചില ഡയലോഗുകളും അങ്ങനത്തെ ഉണ്ട്. അത് പിന്നെ അതിന്റെ താഴെ ആൾക്കാർ എഴുതി വായിച്ചപ്പോ ഇതെന്റെ ചേച്ചി പറയുന്ന പോലെ ഉണ്ട്, ഇതെന്റെ അമ്മ പറയുന്ന പോലെ. അപ്പൊ എവിടെയോ അവർക്ക് കണക്ട് ചെയ്തു, അതുകൊണ്ട് അതിനാള് വന്നു. പക്ഷെ അപ്പൊ മാർക്കറ്റിംഗ് ആ സിനിമ എങ്ങനെ നമ്മളെ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് ഇപ്പൊ എത്രയോ മെയിൽ ആക്ടേഴ്സ് ചെയ്ത പടങ്ങൾ തിയേറ്ററിൽ ആള് വരാതിരുന്നു. മനസ്സിലായി? ആൾക്കാരെ എങ്ങനെ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ വൺസ് അത് വന്ന് തിയേറ്ററിൽ വന്ന് നല്ലൊരു ഒപ്പീനിയനോട് വന്നാൽ അതങ്ങ് കയറി പൊക്കോളൂ. എല്ലാം സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമില്ല. ഇപ്പൊ നമ്മള് എടുത്തിപ്പോ ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമയാന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മളൊരു സിനിമയാണ്. എല്ലാം നമ്മൾ
ഇപ്പൊ മെയിൽ സെൻട്രിക് സിനിമ എന്നല്ലല്ലോ നമ്മൾ പറയാം. എവറിത്തിങ് ഇസ് എ മൂവി. ഇഫ് ഇറ്റ്സ് ഗുഡ് ഇറ്റ് വിൽ വർക്ക്, ഇഫ് ഇറ്റ്സ് നോട്ട് ഗുഡ് ഇറ്റ് വോണ്ട് വർക്ക്, നോ മാറ്റർ ഹൂ ഡസ് ദാറ്റ്. നമുക്കറിയുന്ന ഒത്തിരി ഇഷ്ടമുള്ള ആക്ടേഴ്സിന്റെ സിനിമകൾ തിയേറ്ററിൽ വർക്ക് ആവാതിരുന്നിട്ടുണ്ട്. പുതിയ ആൾക്കാർ ചെയ്യുന്ന സിനിമകള് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ സ്ക്രീനിൽ വന്നിട്ട് ഒരു ഭീകര ഹിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇറ്റ്സ് എവറിത്തിങ് ഇസ് സിനിമ. വർക്കായാ വർക്കാവും, ഇല്ലെങ്കിൽ ഇല്ല. ഇപ്പൊ ചേച്ചിയാണെങ്കിൽ ഒരുപാട് മറ്റു ഭാഷയിലായാലും മലയാളത്തിലാണെങ്കിലും ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പം ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ ലൈക്ക് അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അതുപോലെ തന്നെ ലൈക്ക് ഓരോ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഒരുപാട് ടേക്ക് അവേസ് ഉണ്ടായിരിക്കും. അപ്പൊ ചേച്ചിക്കാണെങ്കിൽ ലൈക്ക് ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ വേണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം, അങ്ങനത്തെ ഒരു ടേക്ക് അവേ എന്തായിരിക്കും? ഒരുപാട് പേരെ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ, പല കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യും. ഇപ്പം ഞാൻ സൂര്യ റിപ്പോർട്ടർ ചെയ്തപ്പോൾ സൂര്യ സാറിന്റെ ഒരു ഡിസിപ്ലിൻ, പുള്ളി എടുക്കുന്ന പുള്ളിക്ക് മറ്റൊരു എന്താ പറയാ, കുറെ ഏജ് ഡൗൺ ചെയ്യേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ പുള്ളി എടുത്ത എഫേർട്ടും ആ കാര്യങ്ങളും പൊതുവേ ഉള്ളൊരു ഡിസിപ്ലിൻ. പിന്നെ ഒരുപാട് പേര് ഇപ്പൊ ഇക്കാടെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് ഇക്കാനെ തന്നെ എപ്പോഴും ചൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഫ് ഖാൻ ഇപ്പൊ കോ ആക്ടേഴ്സിന്റെ അടുത്ത് മാത്രമല്ല എൻറ്റയർ സെറ്റിന്റെ അടുത്ത് പെരുമാറുന്ന രീതി എന്താ പറയാ ഭയങ്കര റിമാർക്കബിൾ. കാരണം നമ്മളെല്ലാവരെയും ആ കൺസേണിൽ എടുക്കൂല. അതെല്ലാവരും ഒരു സെറ്റിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കാണാം ക്രൂവിന് മൊത്തം ആസിഫ് ഖാന്റെ അടുത്തുള്ള അടുപ്പം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എന്താ പറയാ, നമ്മളെല്ലാവരെയും ആ ഒരൊറ്റ ഇതില് കാണുമ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഓരോരുത്തരുടെ അടുത്തുനിന്നും നമ്മൾ ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് പഠിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാ സിനിമയിൽ നിന്നും ഓരോരുത്തർ, ഇപ്പോൾ റായനിൽ വർക്ക് ചെയ്തപ്പോൾ ധനുഷ് സാർ ഡയറക്റ്റ് ചെയ്തത് സിനിമയാണ്. പുള്ളി എത്ര ലേറ്റ് ആയാലും പിറ്റേ ദിവസം 6 മണിക്കാണ് ഷൂട്ട് എന്നുണ്ടെങ്കിൽ 5:50 പുള്ളി അവിടെ ഉണ്ടാവും. 2 മണി വരെ ഷൂട്ട് പോയാലും എത്ര ലേറ്റ് ആയി ഷൂട്ട് പോയാലും പുള്ളി അവിടെ ഓൺ ടൈം ഉണ്ട്. അപ്പൊ നമ്മൾക്ക് വേറെ എക്സ്ക്യൂസ് ഒന്നും ഇല്ല ആർക്കും. അപ്പം അങ്ങനെ ഓരോരുത്തരും ഓരോ ഡിസിപ്ലിനും ഓരോ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഓരോ സിനിമയിലും ഓരോ ആൾക്കാരും നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഓക്കെ, ആസിഫ്ക്കുള്ള സെറ്റിൽ അപർണ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ സെറ്റിൽ അതുപോലെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? ഡയറ്റിലായിരുന്നു. ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ കഴിച്ചു. ഏറ്റവും കൂടുതൽ എന്താ ഡയറ്റിലിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഫുഡ് എന്താ? എനിക്ക് ചോറ്. ചേച്ചിക്കും ചോറല്ലേ? എല്ലാവർക്കും ഒരുവിധം എല്ലാ മലയാളികൾക്കും ചോറ് അവോയ്ഡ് ചെയ്യാൻ. ഉച്ചക്ക് ചോറ് കഴിക്കാന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശീലമാണ്. കംഫർട്ടാണ്. അത് ബ്രേക്ക് ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നു. ചോറും മീൻകറിയും പപ്പടവും. ഉച്ചക്ക് ഞങ്ങൾ ചോറ് വെളിയിട്ട് ഓടി. ഞാൻ അവിടെ ഇരിക്കാത്ത കാര്യം ബുഫയ്ക്കൊക്കെ പോയിരുന്ന ഇത് പൊളിയൊന്നും ഉറപ്പാണ് എനിക്ക്. ഞാൻ റൂമിൽ പോകുന്നു. ഓപ്ഷൻസ് ലിമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇക്കാനെ പറ്റി പറയുമ്പോ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു നടൻ, എതിരാളികൾ ഇല്ലാത്ത ഒരു പോരാളി. എങ്ങനെയാണ് ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്? അത് ആരോ ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് അങ്ങനെ അല്ല, അതിലൊന്നും കാര്യമില്ലടോ. നന്നായി നല്ല സിനിമകൾ വരുമ്പോ നന്നായി പെരുമാറുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാവും. എവിടെയെങ്കിലും ഒന്ന് പഴയതെല്ലാം പൊളിയും. അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞൊരു കാര്യമൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെ തന്നെയാണ്. അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പേരുണ്ട് അതുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഇത് പൊളിയും. ഏതെങ്കിലും ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും രീതിയിൽ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാള്, അല്ലെങ്കിൽ ഒരാളോട് ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു മനുഷ്യൻ മോശമായിട്ട് പെരുമാറുമല്ലോ, അയാള് അത് വളരെ കൺവിൻസിംഗ് ആയ രീതിയിൽ അത് പബ്ലിക്കിനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പൊളിയും. ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നിട്ടുള്ള മൊമെന്റ് എപ്പോഴാ? ദേഷ്യം വന്നിട്ടുള്ളത് കാർബ്സ് കട്ട് ചെയ്തപ്പോ. ഭയങ്കര പ്രശ്നമുള്ള ഒരു ഏരിയയാണ്. അപ്പൊ അത് എന്തിനാ ദേഷ്യം വരുന്നതെന്നും പറയാൻ നമുക്ക് മനസ്സിലാവൂല. ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ. ഇപ്പൊ ഞാൻ എന്റെ ട്രെയിനർ ഇപ്പൊ എന്റെ ബാക്കിയുള്ള സ്റ്റാഫിനോടും അത്യാവശ്യം ക്രൂവിലുള്ള ആളുകളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കൂടെയാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ വെക്കരുത് എന്ന് പറഞ്ഞു കഴിയുമ്പോ എനിക്കും വിഷമമാവും. ഞാൻ പോയി സോറി പറയാറുണ്ട്. ബട്ട് സ്റ്റിൽ അത് സംഭവിക്കുന്നുണ്ട് കുറച്ച്. ഓക്കെ സാർ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മൂവീസിലൊക്കെ ഒരുപാട് രാഷ്ട്രീയ ഇടപെടലുകൾ കാണുന്നുണ്ട്. അപ്പം അതാണെങ്കിൽ സത്യം പറഞ്ഞ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറിന്റെ സ്വാതന്ത്ര്യം, ഒരു സിനിമ നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വല്ലാണ്ട് എഫക്ട് ചെയ്യുന്നില്ലേ? എനിക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എന്നാലും പൊതുവെ രാഷ്ട്രീയ ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൂടെ രാഷ്ട്രീയം പറയാൻ ഞാൻ ശ്രമിക്കാറില്ല.
അങ്ങനെ രാഷ്ട്രീയം ഇപ്പം ഞാൻ പലയിടത്തും ചില കേസുകൾ കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ചില രാഷ്ട്രീയ താല്പര്യത്തിൽ ചില സിനിമകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എതിർകക്ഷിക്കാർ ആഞ്ഞു കയറി അതിനകത്ത് തോണ്ടാൻ നോക്കും. പ്രൊവോക്ക് ചെയ്യുമ്പോഴാണല്ലോ ഇത് ചെയ്യുന്നത്, ചുമ്മാതെ അതിനകത്ത് കയറേണ്ട കാര്യമില്ല. ഞാനൊരിക്കലും ഇതിനകത്ത് രാഷ്ട്രീയം, മതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സ്റ്റോറീസ് ചെയ്യുന്നു, അനാവശ്യമായ കോൺട്രവേഴ്സിൽ ഞാനങ്ങനെ പോകാറില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ ഈയിടെ ഉണ്ടായ ഇതിനകത്ത് മാത്രം ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ഒരു പേരാണെങ്കിലും അത് എനിക്കും ഭയങ്കര, എനിക്കത് മനസ്സിലായിട്ടില്ല ഇപ്പോഴും എന്താണെന്നുള്ളത്. അത് ഒരു നമ്മുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരു ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടായി അതിന് മാറ്റങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? സിനിമ എനിക്കറിയില്ല, അതിപ്പം കോൺട്രവേഴ്സി, പല കാര്യങ്ങളും കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സിനിമയ്ക്ക് അതുകൊണ്ട് കുറച്ച് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി അതിനെ പറ്റിയിട്ട് ആളുകൾ എന്താണ് ആ പ്രശ്നം, അതെ, ആ സിനിമയെ പറ്റിയിട്ട് ആളുകൾ സംസാരിക്കാൻ കൂടുതൽ റീച്ച് കിട്ടുന്നുണ്ടാവും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അത് സംസാരിച്ച് പ്രശ്നം സോൾവ് ചെയ്ത് തന്നെ പോകണം. ഓക്കെ. അപ്പം അന്ന് അസ്കർ ഖാന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇക്ക അഭിനയിച്ചിട്ടുള്ളതിൽ അസ്കർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ബാച്ചിലർ പാർട്ടി ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ഇക്കാക്ക് അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണ്? അപ്പൊ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻസ് കിട്ടിയത് കെട്ടിയോണന്റെ മാലാഖയാണ്, ഉയരയുണ്ട്. അപ്പൊ അങ്ങനെ ഓഡിയോ സിനിമകളൊക്കെ ഇഷ്ടമാണ്. നല്ല ക്യാരക്ടറൈസേഷൻ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ കുറെ ഉണ്ട്. ഇനിയൊരു വില്ലൻ ക്യാരക്ടർ ചെയ്യണം? ഉറപ്പായിട്ടും. വില്ലൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഇടികൊള്ളാൻ പോണ വില്ലൻ അല്ല, ഒരു പേർപ്പസ് ഉള്ള വില്ലൻ ആയിരിക്കണം. അത്രേ ഉള്ളൂ. കെട്ടിട്ടിടിക്കാൻ പറ്റില്ല. വില്ലനെ കെട്ടിട്ടിടിക്കാൻ പോണ വില്ലനെ കിട്ടൂല എന്ന് പറഞ്ഞാൽ. അപർണ ചേച്ചി ചെയ്ത ക്യാരക്ടറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചേച്ചിയുടെ ക്യാരക്ടർ ഏതാ? എനിക്ക് മഹേഷിന്റെ പ്രതികാരത്തിലെ ജിൻസി, സൺഡേ ഹോളിഡേയിലെ ക്യാരക്ടർ, സുറൈ പോട്ടർ, പിന്നെ സുന്ദരി ഗാർഡൻസിലെ ക്യാരക്ടർ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനെല്ലാം എല്ലാ ക്യാരക്ടേഴ്സും. എന്നാലും പ്രണയവിലാസത്തിലെ ഒരു ക്യാരക്ടർ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അല്ലാതെ ഓഡിയൻസ് പറയുന്നതല്ലേ, ഞാൻ എല്ലാം ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ശ്രമിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പം മിറാഷിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി.